കേട്ടോ. നമ്മുടെ പിങ്കിക്ക് വേണ്ടി നമ്മുടെ ഗൗതം ആ ഒരു കുറെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരിക കേട്ടോ. അപ്പൊ നമ്മുടെ മേലത്തെ ഓഫീസർ പറഞ്ഞല്ലോ, ഈ ഒരു സറോഗസിക്ക് തയ്യാറായിട്ടുള്ള അമ്മയെ ഭയങ്കരമായിട്ട് പരിഗണിക്കുകയും സ്നേഹിക്കുകയൊക്കെ വേണം, അല്ലെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിനെ തന്നെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഗൗതം കുറെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയുന്നുണ്ട്, പിങ്കിക്ക് എന്റെ സ്നേഹവും കരുതലും പിങ്കിക്ക് വേണ്ടപ്പോഴൊക്കെ ചോദിച്ചാൽ ഞാൻ തരും, പിങ്കിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതമുണ്ട്. അപ്പൊ കൂടെ ഗിരിജയും ഉണ്ട്. അപ്പൊ ഗിരിജ അപ്പൊ തന്നെ ആ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കുഞ്ഞിന്റെ അച്ഛൻ തന്നെ പിങ്കിമോക്ക് കൊടുക്ക്, അല്ലെങ്കിൽ കുഞ്ഞ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗാണ്. അപ്പൊ ഇങ്ങനെ എടുത്തെടുത്ത് പറയുക, ഈ കുഞ്ഞിന്റെ എന്താ പറയാ, പിങ്കിമോളുടെ വയറ്റിനുള്ളിലെ കുഞ്ഞിന്റെ അച്ഛൻ ഗൗതമാണ്, ഗൗതം കൊടുത്താലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗിരിജ ഇങ്ങനെ എടുത്തെടുത്ത് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, പിങ്കിയുടെ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഏക ഒരു സ്ത്രീ പിങ്കിമോള് പിങ്കിയുടെ അല്ലെ ഗൗതംബോന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്ന ഏക സ്ത്രീ പിങ്കിമോള് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരിജ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക ഓരോ തീയോട്ടോ. അപ്പൊ നമ്മുടെ നന്ദ ഇതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ നന്ദയ്ക്കും ആകപ്പാടെ മനസ്സിലൊരു കുത്തലോട്ട്, ഇവരെന്ത് ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് പറയുന്നേ, ആ കുഞ്ഞിന്റെ അമ്മ ഞാനല്ലേ എന്നൊക്കെ നമ്മുടെ നന്ദ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഗിരിജ ആ ഒരു ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് നമ്മുടെ ഗൗതമിനെ കൊണ്ട് പിങ്കിമൊക്കെ പിങ്കിക്ക് കൊടുപ്പിക്കുക കേട്ടോ. അപ്പൊ തന്നെ സെയിം കറക്റ്റ് ടൈമിൽ നമ്മുടെ നന്ദ കയറി വന്ന് ഇടപെട്ട്, ഗൗതം സാർ എന്ത് ചെയ്യാൻ പോകുന്നേ, ഫ്രൂട്ട്സ് കൊടുക്കുവാണ്, പിങ്കി എന്താ കഴിക്കുന്നില്ലേ, എന്നാ ഞാൻ കൊടുക്കാം, കുഞ്ഞിന്റെ അമ്മ കൊടുത്താലും കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ പിങ്കി ആദ്യം വായൊന്നും തുറക്കില്ല. എന്നിട്ട് നമ്മുടെ നന്ദ പറയുന്നുണ്ട്, അച്ഛൻ തന്നാലും അമ്മ തന്നാലും ഒരുപോലെ, അമ്മ തരുമ്പോഴായിരിക്കും കുഞ്ഞിന് കൂടുതൽ ഇഷ്ടം, പിങ്കി കഴിക്കും പിങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ കുറച്ച് ആക്കിയൊക്കെ പറഞ്ഞ് പിങ്കിയുടെ വാ തുറപ്പിച്ച് തന്നെ വായിൽ കുത്തിക്കേറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്, ഓറഞ്ചും മുന്തിരിയൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ തീറ്റിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മുടെ നന്ദ ഭയങ്കര കലിപ്പാണ് ഗൗതമിനോട്. ഗൗതം ഇങ്ങനെയൊക്കെ എന്താ പറയാ, അവളുടെ വായിൽ വെച്ച് കൊടുക്കാൻ തയ്യാറായിട്ട് നിന്നില്ല, അതിന്റെയൊക്കെ ആവശ്യം എന്തിരിക്കണം, അത് എന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ പറയുന്നുണ്ട്. അവൾ ഈ കുഞ്ഞിലൂടെ എന്റെ ഭർത്താവിനെ എന്താ പറയാ, എന്റെ സ്ഥാനവുമാണ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്, അതൊക്കെ മനസ്സിലായിട്ട് അവളുടെ ചെവിടത്തിട്ടൊന്നും കൊടുക്കാതെ നിൽക്കുന്നത് എന്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ്. പക്ഷെ ഗൗതം സാർ എന്തിനാ നാടകമൊക്കെ കളിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഗൗതമിന്റെ മെക്കിട്ട് കയറുന്നുണ്ട് നമ്മുടെ നന്ദ. അപ്പോഴാണ് നമ്മുടെ ഗൗതം ഇങ്ങനെ ആ ഒരു ഓഫീസർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ പറയുന്നുണ്ട്, കുഞ്ഞിനെ നമ്മുടെ കൈ കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ കരുതിയിരുന്നേ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞ്, അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ സുരക്ഷയാണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഗൗതം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്ദ പറയുന്നുണ്ട്, ശരിയാ ഞാനിപ്പോ അങ്ങനെ തന്നെയാണ്, പിങ്കിയും പരിഗണിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയും ഭയങ്കര കൂളായി ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ആയി. പിന്നെ ഗൗതം ഇങ്ങനെ നന്ദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു രംഗമാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും പിങ്കിയുടെ ഓരോരോ നാടകങ്ങളും കറക്റ്റ് ആയിട്ട് നന്ദ ഇടപെട്ട് ഇങ്ങനെ പൊളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ഐസ്ക്രീം നാടകമായിരുന്നു, ഇപ്പൊ ഫ്രൂട്ട്സ് വായിൽ വെച്ച് കൊടുക്കുന്ന നാടകം. അപ്പൊ രണ്ട് നാടകവും നന്ദ കൈയോടെ പിടിച്ച് പൊളിച്ച് പാളിസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും നമ്മുടെ പിങ്കി ഇറക്കാൻ പോകുന്ന വിദ്യകൾ, അതിന് മുമ്പിൽ നമ്മുടെ ഗൗതം വീണ് പോകുമോ എന്നൊക്കെ ആയിട്ട് നമുക്ക് അറിയാം.